ഒരു കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടത് ഫ്രൂട്ട് പ്ലം കേക്കിന്റെ റെസിപ്പി ആയിരുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയതായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്കോ ആൽമണ്ട് പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ കേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഇലക്ട്രിക് ബീറ്റർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ വിസ്കി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ. ആർക്കും അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കാൻ എളുപ്പത്തിൽ തന്നെ സാധിക്കും. അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കനില് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ റെസിപ്പിയുടെ ഇടയ്ക്ക് നമ്മള് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെ കുറച്ച് അതിഥികളൊക്കെ വന്നു കേട്ടോ. ആ അതിഥികളെ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആ അതിഥികളുടെ കുറച്ച് കുറുമ്പുകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കേക്ക് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് കാരമൽ സിറപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ കാരമൽ സിറപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു 1/4 കപ്പ് മുഴുവൻ പഞ്ചസാര ഇട്ട് ഒരു പാത്രത്തിലിട്ട് ഉരുക്കിയെടുക്കുകയാണ്. അതുപോലെ ഉരുക്കി നന്നായി തിളച്ചൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലൊരു 1/3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾ അതിനൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്ത് വരുമ്പോൾ ഏകദേശം 1/4 കപ്പിൽ താഴെയായിട്ട് വരും കേട്ടോ. ഇനി നമ്മളത് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂറോളം അതിനൊന്ന് ആറാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല കൊഴുപ്പുള്ള ഒരു സിറപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1/2 കിലോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കറുവാപ്പട്ട കരയാമ്പൂ പൊടിച്ചതുമാണ് ഇട്ട് കൊടുത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു 2 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 1 പ്രാവശ്യം അരിക്കുമ്പോഴേക്കും എല്ലാ മിക്സും ഒരുപോലെ ആകുന്നില്ല എല്ലായിടത്തും. അതുകൊണ്ട് നമ്മൾ 1 പ്രാവശ്യം കൂടി അരിക്കാൻ പോവുകയാണ്. കണ്ട എല്ലായിടത്തും മിക്സ് ആയിട്ടില്ല. അപ്പോൾ 1 പ്രാവശ്യം കൂടി നമ്മൾ അതിനൊന്ന് അരിച്ചു കൊടുക്കുന്നു. അരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ഓവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രമാണ് ഒരു അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ച് സാധാരണ വിസ്ക് വെച്ചിട്ട് കണ്ടോ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നന്നായി പതിഞ്ഞു കിട്ടും നമുക്ക്. നമ്മൾ അതിലേക്ക് 1/4 കപ്പ് മുഴുവൻ പഞ്ചസാര പൊടിച്ചു വെച്ചതാണിത്. അതിനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. 2-3 ട്രിപ്പായിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. നമ്മളതിനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. അതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ക്രീം പോലെ ആകും അത്. ആ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അതിന് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കാരമൽ സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരമൽ സിറപ്പ് കണ്ടോ നല്ല കൊഴുപ്പോട് കൂടിയ ഒരു സിറപ്പായി മാറി. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. അങ്ങനെ വിസ്ക് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് എളുപ്പത്തിൽ പതിഞ്ഞു കിട്ടും, സാധാരണ വെറുതെ കൈകൊണ്ട് തിരിക്കുന്നതിനേക്കാൾ. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനെ കുറച്ചൊന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണ പോലെ ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും കുറച്ച് ബദാം പൊടിച്ചതുമാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ആ ജ്യൂസും കുറച്ചിട്ട് കൊടുത്തു. ഇതിൻ്റെ പ്രോസസ്സിങ് കറക്റ്റായിട്ട് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആദ്യത്തെ കേക്കിൽ കാണിച്ചിട്ടുണ്ട്, പ്ലം കേക്കിൽ.
ഫ്രൂട്ട് പ്ലം കേക്കിൽ. അപ്പോൾ അതൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും ഇത് മനസ്സിലാവാത്തവർക്ക്. അതുപോലെ തന്നെ വീണ്ടും ഇട്ട് കൊടുത്തു. ഇതിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കുറച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ജ്യൂസ് വേറെ ആക്കിയതൊക്കെ ആ കേക്കിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ പ്രോസസ്സിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് ആവും കേട്ടോ. അത് ചോക്ലേറ്റിന് നല്ല ടേസ്റ്റും ശരിക്കും ആർക്കും കഴിച്ചാലും ഇഷ്ടമാവും. അതേ രീതിയിലുള്ള കേക്കാണിത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യാം. നമ്മളിനി ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ ഓയിലൊക്കെ തടവി വെച്ചിരിക്കുന്നതാണിത്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അലുമിനിയം പാത്രം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം അതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് ചെറിയ തീയിലിട്ട് വെച്ചിരിക്കണം. ഇപ്പം നല്ല ഹീറ്റായിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിലേക്ക് വേണം ഇത് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് കാഷ്യൂനട്ട്, ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടാണ് കേട്ടോ. അത് കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്താണ് ഞാനിത്. അതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. നമ്മുടെ കേക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ടാപ്പ് ചെയ്യരുത് കേട്ടോ. കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് അതിനെ ലിഡ് കൊണ്ട് അടച്ച് അതിൻ്റെ മീതെ ഒരു വെയിറ്റുള്ള കല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവിടെ കുറച്ച് അതിഥികളൊക്കെ വന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കുട്ടിക്കുരങ്ങന്മാരാണേ. ഒരു 4 പേര് വന്നിട്ടുണ്ട് കേട്ടോ. അവരിവിടെ കുറേ കുറുമ്പുകളൊക്കെ കാട്ടിക്കൂട്ടി തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി അവിടുത്തെ പപ്പായ മരത്തിൽ നിന്ന്, അതായത് നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയ പപ്പായാണ് കേട്ടോ അത്. ആ പപ്പായ മരത്തിൽ നിന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള സൈറ്റാണിത്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. അവിടുന്ന് ഒരാ പപ്പായ മരത്തിലൊക്കെ കയറി പപ്പായയൊക്കെ വലിച്ചിട്ട് കഴിക്കുകയാണ്. ഒത്തിരി കുറുമ്പ് അവർ കാട്ടിക്കൂട്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല അവർ. അപ്പം ഏതായാലും ഞാൻ വീഡിയോ പിടിക്കാമല്ലോ, നിങ്ങളൊന്ന് കാണിക്കാമല്ലോ വിചാരിച്ചു ഇതിൻ്റെ ഇടയിലൂടെ. നമ്മുടെ കേക്ക് അവിടെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനിടയിൽ ഇവർ വന്നുകൊണ്ട് ഞാൻ ഓടി വന്നതാണ് ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവർ 4 പേരും കൂടി അവർക്ക് പറ്റുന്നതെല്ലാം അവർ കാട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഈ സൈഡിലേക്ക് ഞാൻ ആ വ്ളോഗ് ഇട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു കുരങ്ങന്മാരും ഉണ്ടെന്ന്. പക്ഷേ ഈ സൈഡിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ വന്ന് കണ്ട സ്ഥിതിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കണ്ടുപോയല്ലോ അവർ. പപ്പായയുടെ ഇലയൊക്കെയാണ് കടിച്ചു തിന്നുന്നത്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായിട്ടോ. ഞാൻ അതുകൊണ്ട് തിരിച്ചു പോന്നേ. ഒരു കുറുമ്പ് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ കേക്ക് കൂടുതൽ ബേക്കായി പോകും. അപ്പോൾ ഇതാ ഒരു ഏകദേശം ഒരു 40 മിനിറ്റോളം എടുത്തു കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ആവാനായിട്ട്. നല്ല കറക്റ്റായിട്ട് ബേക്കായിട്ടാണ്. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്കോ ആൽമണ്ട് പ്ലം കേക്കാണിത്. അപ്പം ബദാം പരിപ്പൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ കേക്ക്. അപ്പൊ എല്ലാവരും എന്റെ ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ വന്ന നമ്മുടെ അതിഥികളുടെ കുറുമ്പുകൾ നിങ്ങൾ രസിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.